ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ കർമ്മലാരാം സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. ഇവിടുന്ന് തിരിച്ച് നാട്ടിലോട്ട് പോരാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ പപ്പായും മമ്മിയൊക്കെ ഇവിടെ നിന്നു. അവർ ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ കസിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ പോവാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാട്ടിൽ ചെന്ന് ചെറിയ പ്രോഗ്രാംസ് ഉണ്ടേ. ഓക്കെ, ഓർക്കസ്ട്ര പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് അത് മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പം അർജൻറ്റായിട്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ട വന്നതേ. ഇപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഞാനിവിടുന്ന് നേരെ മൈസൂർക്ക് ഒരു ലോക്കൽ ട്രെയിന് എടുത്ത് പോകാനാണ്. അപ്പോൾ അവിടെ നിന്ന് നാട്ടിലോട്ട് ബസ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ന് പകൽ തന്നെ വീട്ടിൽ ചെല്ലാമല്ലോ എന്നോർത്ത് രാവിലെ ഇറങ്ങി ഇവരുടെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങി ഇങ്ങോട്ടേക്ക് നടന്നു വന്നു. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു നടന്നു വന്നു. രാവിലെ ആകുമ്പം കുറച്ച് നടക്കുന്നതൊക്കെ നല്ലതല്ലേ. സ്റ്റേഷനിലൊക്കെ തിരക്ക് വളരെ കുറവാണേ. 2 പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കർമ്മലാരാം സ്റ്റേഷനിൽ. ഞാൻ കറക്റ്റ് ടൈമിന് ട്രെയിൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇങ്ങ് പോകുന്നു കേട്ടോ. ട്രെയിൻ ഏകദേശം 45 മിനിറ്റോളം ലേറ്റാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. ഇത് തമിഴ്നാട് തിത്തുക്കുറിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. മൈസൂർ വരെ പോകും. മൈസൂർ ഒറിജിനൽ ടൈം ഇതിന് 10:20 ആകുമ്പം രാവിലെ എത്തേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ മിക്കവാറും 11 മണിയോടടുത്താവും. എൻ്റെ തിരിച്ചുള്ള യാത്രയിലെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാവേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു കടയുണ്ടേ, അവിടെ പോയിട്ട് വെച്ച് ചായ കുടിക്കാം. ടീ വിത്തൗട്ട്. ഫൈനലി എൻ്റെ ട്രെയിന് ഇപ്പം വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 3/4 മണിക്കൂറോളം ലേറ്റായിട്ടാണ് വരുന്നത്. ഇത് മൈസൂർ വരെ പോകുന്ന ട്രെയിനാണ്. ഈ കർമ്മലാരാമിലെ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു ആ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ നിന്നാൽ മതി. S9 എന്ന കോച്ച് അവിടെ വരുന്നേ. ഇതിപ്പോൾ അവിടെയൊന്നുമല്ല, ഒരുപാട് മുൻപിലാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഒത്തിരി മുമ്പിലായിപ്പോയി കേട്ടോ. ഇവിടം വരെ പ്ലാറ്റ്ഫോം ശരിക്കും ഇവിടം വരെ ഉള്ളേ. അതിന് മുമ്പോട്ട് പിന്നെയും കോച്ചുകൾ കിടക്കുകയാണ്. എൻ്റെ ഈ കോച്ച S9. ഇത് മെട്രോയുടെ വർക്കാണ് നടക്കുന്നത് കേട്ടോ. ബാംഗ്ലൂർ മെട്രോയുടെ വർക്കുകൾ പല ഏരിയയിലേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ഈസ്റ്റ് സ്റ്റേഷനാണ് ഇത്. ഒത്തിരി വലിയ സ്റ്റേഷനൊന്നുമല്ല. ബാംഗ്ലൂരിലെ മറ്റ് സ്റ്റേഷനെ വെച്ച് നോക്കുമ്പം താരതമ്യേന ചെറിയ സ്റ്റേഷനാണ്.
ഞാനങ്ങനെ മൈസൂർ സ്റ്റേഷനിലെത്തി കേട്ടോ. മൈസൂർ ജംഗ്ഷൻ. ഈ ട്രെയിൻ ഇവിടം വരെയുള്ളേ. സ്റ്റേഷനടിയിലൂടെ തന്നെ ഒരു തുരങ്കപാതയുണ്ട് കേട്ടോ. അതിലൂടെ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. നല്ല വൃത്തിയുള്ള തുരങ്കപാതയാണേ. നല്ല രസമുണ്ട് പോകാൻ. ഇവിടെ തന്നെ ഓരോ സ്ഥലത്തോടെ ഇതുണ്ടോ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള വഴികൾ 3, 4, 5 പ്ലാറ്റ്ഫോമിലേക്ക്. അവിടെ ഫ്രണ്ടിലാണെങ്കിൽ 2, 3 പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ വഴികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലിങ്ങനെ പോയിരുന്നു കുറച്ചും കൂടെ സേഫാണെന്ന് തോന്നുന്നു. ഇതിന് മുകളിലൂടെയാണ് ട്രെയിനെല്ലാം പോകുന്നത് കേട്ടോ. ഇവിടെയുള്ള ചിത്രപ്പണികളൊക്കെ ഉണ്ട്. ഭിത്തിയിലൊക്കെ എന്നാ ഭംഗിയായിട്ട് ചിത്രപ്പണികൾ മൊത്തം കൊടുത്തിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇതുണ്ടോ? മൈസൂറിൻ്റെ ചരിത്രങ്ങളും ഇവിടുത്തെ രാജവംശങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെയുള്ള മൊത്തം പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചുവർ ചിത്രങ്ങൾ. ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഞാനിവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് എന്നോട് 50 രൂപയാണ് അയാൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. മൈസൂർ സിറ്റി പൊതുവെ നല്ല ക്ലീനാണ് കേട്ടോ. എത്തിയിട്ടുണ്ടേ. അപ്പം മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തിയേ. ഇതിപ്പം ഇലക്ട്രിക് ബസ്സുകളാണ് ഇവിടുത്തെ. ഇലക്ട്രിക് ബസ്. ഇത് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സാണ്. ഇതെല്ലാം ചാർജിന് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഈ കമ്പനിയുടെ പേരാണെന്നറിയോ? ഒലക്ട്ര എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ. ഈ ഇലക്ട്രിക് ബസ്സുകളെല്ലാം ഒലക്ട്ര എന്ന് പറഞ്ഞാൽ OLECTRA എന്ന് പറഞ്ഞോ ഈ കമ്പനിയാണേ. ഞാൻ ഒരിക്കലും ഈ ബസ്സിന് യാത്ര ചെയ്തിട്ടുണ്ട്. രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ചെറിയ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണമെങ്കിൽ നന്നായിരിക്കും. കാരണം ഇടയ്ക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധ്യത കുറവായിരിക്കും ഇവിടുന്ന് നമുക്ക് പോയി കഴിഞ്ഞാലേ. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിലൊന്ന് കഴിക്കണം. ഇവിടെ മൈസൂർ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അതിനകത്തോടെ കയറി നടക്കാനൊക്കെ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബോർഡുകളെല്ലാം കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ സ്ഥലങ്ങളുടെ പേരുകളും മറ്റുമൊക്കെ കൂടുതലും. ഇപ്പോൾ ബാംഗ്ലൂർ സർവീസിനൊക്കെ ഇംഗ്ലീഷിലുണ്ട്. മറ്റ് സർവീസുകൾ ഇവിടുത്തെ ലോക്കൽ സർവീസുകളെല്ലാം തന്നെ കർണാടകയിൽ മാത്രം പോകുന്ന ബാക്കി സർവീസുകളെല്ലാം തന്നെ കന്നഡയിലാണ് ബോർഡുകളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വായിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. എനിക്കിവിടുന്ന് വിരാജ്പേട്ടയ്ക്കാണ് പോകേണ്ടത്. വിരാജ്പേട്ട്. അപ്പോൾ വിരാജ്പേട്ടയ്ക്ക് പോകണമെങ്കിൽ ആളുകളോട് ചോദിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ചെറിയതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കയറി നോക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലത്തെ നിലയിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ഫുഡെല്ലാം ഉള്ളത്. ഗീ റോസ്റ്റ് 1 കോഫി. ഒരു ഗീ റോസ്റ്റിനും ഒരു കോഫിക്കും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണ ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ മൈസൂറൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടേ.
ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ദോശയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. കാപ്പി കുടിച്ചു കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു. ഞാൻ ഗീ റോസ്റ്റും കോഫിയാണ് കഴിച്ചത്. ഇനി നമുക്ക് പോകാനുള്ള ബസ് എവിടെ നിർത്തുന്നതെന്ന് പോയി തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻഡർസ്റ്റേറ്റ് സർവീസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. വിരാജ്പേട്ട പോകും കേട്ടോ. ഗോണിപ്പൂപ്പ് മാത്രമേ പോവുള്ളൂ. ഓക്കെ സോറി, ഇത് കിട്ടൂല എന്നാണ് അവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞ് വിരാജ്പേട്ട പോകുമെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പം പോകില്ല എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയിപ്പം തന്നെ ഇവിടെ വരുമായിരിക്കും. മൈസൂരിൽ നിന്ന് നമുക്ക് വിരാജ്പേട്ട സൈഡിലേക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ, ഇരിട്ടിയിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നാൽ മതി. ഇവിടുന്ന് വിരാജ്പേട്ടയ്ക്കൊക്കെ ബസ് കിട്ടും കേട്ടോ. മാംഗ്ലൂർക്ക് പോകണമെങ്കിലും ഇവിടെ നിന്ന് തന്നെയാണ്. ഫൈനലി വിരാജ്പേട്ടയ്ക്കുള്ള ബസ് കിട്ടി കേട്ടോ. ബസ്സുകളുണ്ടോ നിറഞ്ഞാൽ പോകുന്നു. ഒരു ഗ്യാപ്പില്ലാതെ എല്ലാം അടുത്ത് കയറുന്നു. മൈസൂർ നഗരത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൈസൂർ നഗരം പിന്നിട്ട് വിരാജ്പേട്ട ഇരിട്ടി റൂട്ടിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വിരാജ്പേട്ട റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോരുന്ന വഴി നമുക്ക് കർണാടകത്തിലെ നിരവധി ഗ്രാമങ്ങളൊക്കെ നമുക്കിപ്പം പോകുന്ന വഴി കാണാൻ സാധിക്കും കേട്ടോ. അതിൽ കുറച്ച് ഗ്രാമങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ റൂട്ടിൽ നമുക്ക് എത്ര പ്രാവശ്യം യാത്ര ചെയ്താലും നമുക്കൊരു മടുപ്പ് തോന്നുകയില്ല കേട്ടോ. അതിമനോഹരമാണ് ഈ റൂട്ട്. ഇവിടെ നിന്ന് ഒട്ടും തരിശുഭൂമിയില്ല, ഇവിടെ മൊത്തം കൃഷിസ്ഥലങ്ങളാണ്. കേട്ടോ ഹുൻസൂർ ഇവിടെ ബസ് സ്റ്റാൻഡിൽ പോയായിരുന്നു. അവിടുന്ന് 2-3 സാലഡ് വെള്ളരിയൊക്കെ മേടിച്ച് കഴിച്ചു. 2-3 പീസാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിച്ചു പോയായിരുന്നു. അധികം വെള്ളം കുടിച്ചില്ല. ഒരു ബോട്ടിൽ വെള്ളവും കൂടെ മേടിച്ചു. ഹുൻസൂർ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഗോണിക്കൊപ്പൽ റോഡിലേക്ക് കയറി അങ്ങനെ നേരെ ഗോണിക്കൊപ്പലിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കാപ്പിത്തോട്ടമാണ് ഇത് മൊത്തമേ, കാപ്പിത്തോട്ടം. ഞാനങ്ങനെ ഇവിടെ വിരാജ്പേട്ട എത്തി ഒരു ഊണെല്ലാം കഴിച്ചു കേട്ടോ. നല്ല ഊണായിരുന്നു. ഇപ്പോൾ KSRTC ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഇരിട്ടിക്ക് 3 മണിക്ക് ബസ്സുണ്ട്, അതിന് പോകാമെന്ന് വെച്ചു. ഇതാണ് ഇവിടുത്തെ കർണാടക RTCയുടെ ബസ് സ്റ്റാൻഡ് കേട്ടോ. അവിടെ ഒരു കേരളത്തിൻ്റെ ബസ് കിടപ്പുണ്ട്, ചിലപ്പോൾ ആ ബസ്സായിരിക്കും പോകുന്നത്, നോക്കാം. ഈ ബസ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് തലശ്ശേരിക്ക് പോകുന്ന ബസ്സാണ്. അങ്ങനെ ഇവിടുത്തെ സ്റ്റാൻഡിൽ അങ്ങനെ കാര്യമായിട്ട് ബസ്സുകളൊന്നുമില്ല. ഇവിടെ ഒരു ഇലക്ട്രിക് ബസ് മാത്രം കിടപ്പുണ്ട് കേട്ടോ. ഇത് ബാംഗ്ലൂർക്ക് പോകുന്ന ഇലക്ട്രിക് ബസ്സാണ്. വിരാജ്പേട്ട ഒത്തിരി മനോഹരമാണ് കേട്ടോ. നല്ല ഒത്തിരി കുന്നും പ്രദേശവും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത്യാവശ്യം ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ലൈറ്റ് തണുപ്പുണ്ട്, വലിയ ചൂടൊന്നുമില്ല. വിരാജ്പേട്ടയിൽ നിന്ന് യാത്ര തുടങ്ങിയാണ്. ഇവിടുന്ന് ഇരിട്ടിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഈ ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കൂട്ടുപുഴ എത്തുന്നുണ്ട്. കൂട്ടുപുഴ പാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കഴിയാൻ മിക്കവാറും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ മിക്കവാറും ചെക്കിംഗ് കൊണ്ടാൻ സാധ്യതയുണ്ട്. പറഞ്ഞ പോലെ ചെക്കിംഗ് ഉണ്ടേ. ചെക്കിംഗ് കഴിഞ്ഞ് പക്ഷേ ഒരു സാധനവും കിട്ടിയില്ല. നല്ല ബാഗ് അടിച്ച് പെറുക്കി പോകുന്നു സാധനത്തെ. അങ്ങനെ ഫൈനലി നമ്മൾ ഇരിട്ടിയിലെത്തി കേട്ടോ. ഞാൻ ഇവിടം വരെയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.